ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് സാധനമൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്ത് വയ്ക്കാമല്ലോ. കുറച്ച് ദിവസമായി അതൊക്കെ അവിടെ വന്നിട്ട്, പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ലേറ്റായി ഇപ്പം ഇതുവരെ ആയി. അപ്പം ഇന്ന് നമുക്ക് അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇന്ന് മോളെ സ്കൂളിൽ നിന്ന് ടി സി ഒക്കെ മേടിക്കാൻ പോകേണ്ടിയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം എത്തിയേ ഉള്ളൂ. അപ്പം നമുക്ക് അതൊക്കെ പതുക്കെ ചെയ്ത് വയ്ക്കാമല്ലോ. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതെടുത്തത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പം നമുക്ക് എന്നാൽ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഒരു വലിയൊരു ചാക്കാണ്. ഇത് കുറച്ച് ദിവസമായി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കും. പിന്നെ ഞാൻ ആദ്യം ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കിയതാ. പൊട്ടിച്ച് നോക്കിയപ്പോൾ ഓരോ സാധനങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ തന്നെ നിൽക്കട്ടെ വിചാരിച്ച്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റിട്ടേൺ അയക്കാമെന്ന് വെച്ച സാധനമാണ്. പക്ഷേ ഈ ഒരു പ്രൈസിന് ഇത് അഫോർഡബിളാണ്. അപ്പം അത് അവിടെ തന്നെ നിൽക്കട്ടെ കരുതി. പിന്നെ ഇതൊരു 5 കുഷ്യനും ഒക്കെയാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാനിതിൻ്റെ കവറും കൂടെ ഓർഡർ ചെയ്തിരുന്നു. അതും കൂടെ നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് കാലത്തിന് ശേഷം ഞാനിന്ന് ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്യാം. ഒരു ദിവസം ഓരോ മടി കാരണം നാളെ പോവുക, മറ്റന്നാളെ പോവുക, അങ്ങനെ ആയിട്ട് ഇന്ന് എന്തായാലും വിചാരിച്ച് അങ്ങ് പോവാന്ന്. അങ്ങനെ ഇന്ന് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് ഫ്രഷായി. പിന്നെ മോളെ സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ടി സി മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിലേക്ക് ഇറങ്ങിയതാണ്. കുറേ ദിവസമായി ഇത് ഇങ്ങനെ നിൽക്കണേ. പിന്നെ ഒന്നും നോക്കിയില്ല. നാളേന്ന് ഇങ്ങനെ വെച്ച് നിൽക്കേണ്ട ആഴ്ച ഇന്ന് തന്നെ അങ്ങ് പൊട്ടിച്ച്. അപ്പം ഇത് മൊത്തം ഇങ്ങനെയൊക്കെയാണ് ഇതിലുള്ളിൽ. പിന്നെ ഈ ഒരു പ്രൈസിന് എനിക്കിത് വലിയ തെറ്റില്ലാന്ന് തോന്നി. അപ്പം പിന്നെ അത് അവിടെ തന്നെ വെച്ച്. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അത് നമ്മൾ അപ്പം തന്നെ ചെയ്യുന്ന ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ എന്നെ പോലെ ഇന്ന് പോവുക, നാളെ പോവുക, അത് അങ്ങനെ പോവും. ഇതന്നെ എത്രയോ ഡേയ്സായി ഇവിടെ കിടക്കും. അപ്പോൾ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മളത് അപ്പം തന്നെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളത് ഇങ്ങനെ ലാഗ് ചെയ്ത് അങ്ങനെ ആയിട്ട് പിന്നെ അതിനോട് തന്നെ മടുപ്പാവും. അപ്പം ഇത് ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്കതിന് ഓരോ ഉടുപ്പും കൂടി ഇട്ട് കൊടുക്കാമല്ലോ. ഉടുപ്പ് ഞാനൊക്കെ നേരത്തെ വാങ്ങി പൊട്ടിച്ചൊക്കെ വെച്ചിരുന്നു. ഇപ്പം അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൂ. ഇനി അടുത്ത പണി അതാണ്. ഇതുപോലത്തെ പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കുറച്ച് ദിവസമായി ഇങ്ങനെ ഇത് നോക്കി നടക്കുന്നു. എന്തായാലും ഇന്ന് അതിനൊരു തീരുമാനമായി. ഇപ്പം അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കണം. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്രൈസിന് ഇതും ഓക്കെ തന്നെയായിരുന്നു. എന്തായാലും നോക്കാം, മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ ഇതിൻ്റെ മോളെ റൂമാണ്. സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും റൂമൊക്കെ ഒന്ന് സെറ്റാക്കി സ്റ്റഡി ടേബിളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അതൊക്കെ ഇപ്പം തന്നെ പുതിയത് ഞാൻ വാങ്ങിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 2400 എന്തോ ആണ് പ്രൈസ് തോന്നുന്നത്. പക്ഷേ അതും നല്ല അടിപൊളിയായിരുന്നു. ഫിറ്റ് ചെയ്യാനൊക്കെ കുറേ തലകുത്തി മാറിയിട്ടൊക്കെയാണ് സെറ്റാക്കിയത്. എന്തായാലും കുറേ സമയം ഞാൻ അതിന് മെനക്കെട്ടിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്ക്രൂവൊക്കെ ചെയ്ത് സെറ്റാക്കി അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയായിരിക്കും. എനിക്ക് 3:30 ഡ്യൂട്ടി ടൈം. അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് തീർത്ത് സെറ്റാക്കണം എന്നൊക്കെ ഉണ്ട്. എന്തായാലും മുഴുവൻ കഴിയോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതൊക്കെ അപ്പോഴേക്കും ഒന്ന് സെറ്റാക്കണം. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം. അങ്ങനെ ഓരോന്നുണ്ടല്ലോ കൂടെ തന്നെ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും ഇതുപോലത്തെ കുറേ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരും. പെയിൻറ്റിങ്, പ്ലാൻ, പിന്നെ ഫിറ്റ്നസ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ എല്ലാവരും കാണുക. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിങ്ക് കളറിനോടാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിങ്ക് കളറ് ഇങ്ങനെയൊക്കെ തീമിൽ നോക്കിയത് ഓരോന്ന്.
മൊത്തം ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. അപ്പം ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്ക്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്ത്. അപ്പോൾ അതിലുണ്ടാവും ലിങ്ക്. എനിക്കിപ്പോൾ ഇത് ആഡ് ആക്കാൻ പറ്റൂലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാം എല്ലാവരും സെർച്ച് ചെയ്താൽ കിട്ടും. അവിടെയുള്ള ചെറിയ പിങ്ക് ഒരു ചെറിയൊരു ഇത് അത് ഞാൻ തന്നെ ചെയ്താണ്, ഫോം ബോർഡ് ചെയ്താണ്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് മുന്നേ റൂമിലേക്ക് പിങ്ക് തീം ഉദ്ദേശിച്ചപ്പം ചെറിയ ഫോം ബോർഡിലൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്തായിരുന്നു. പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ ടൈമും കിട്ടിയിട്ടില്ല. ഇതുവരെ പിന്നെ ചെയ്തിട്ടുമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു ട്രീയും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല, അത് കുറച്ച് മുന്നേ. ഇതൊരു ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് ഓർഗാനിക് പേപ്പറൊക്കെ വെച്ച് ചെയ്താണ്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്, കുട്ടി ബെഡ്. പിന്നെ ഇവിടെ ചെറിയൊരു ടേബിൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടേബിൾ. ഇതെല്ലാം അടിപൊളി ടേബിളാട്ടോ. പിന്നെ ആ ദിവസം പോസ്റ്റർ ചെയ്ത വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. അതിൽ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും